എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ മകൻ്റെ ഒരു കല്യാണം വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാണ്ട് ആ സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഞങ്ങൾ പത്രിക മുറിച്ച് തരില്ലാന്ന് പറഞ്ഞു. ഈ SNDP കല്യാണത്തിന് പത്രിക മുറിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ ആ ഒരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഈ കോഴ്സ് കൂടുന്ന ആൾക്കാരുണ്ട്. അത് നിർബന്ധമാക്കണോ? അത് താല്പര്യമുള്ളവർക്ക് മാത്രം കൊടുത്താൽ പോരെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കോഴ്സ് താല്പര്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പത്രിക കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ഉപരിയായി ചില കാര്യങ്ങൾ കൗൺസിലേഴ്സിന് കൊടുക്കാൻ പറ്റും. അതുകൂടി കൊടുത്ത് നല്ലൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നിബന്ധന വെക്കുന്നത്. അത് കുടുംബ കോടതിയില് ന്യൂ ജനറേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അച്ഛനമ്മമാർ കുട്ടികളെ സ്നേഹിക്കാതെയും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കാതെയും വളർത്തുന്നതിന്റെ ഭാഗമായി അവർ വഴിതെറ്റി പോകുകയും അതിനുശേഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഇപ്പോഴത്തെ കുറെ സാറേ MDMA വേറെ ഏതാണ്ടൊക്കെ സാധനമുണ്ട്. ഇതൊക്കെ കഴിച്ച് ആഡിക്റ്റ് ആയി വന്ന് കല്യാണവും കഴിഞ്ഞ് പിറ്റേ ദിവസം ഡൈവോഴ്സ് ആകുന്നത്. അതുകൊണ്ടാണ് ഡൈവോഴ്സ് കൂടുതൽ. കണക്ക് പറയാം, കേരളത്തില് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് അറിയാം ആർക്കെങ്കിലും? ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, തൃശ്ശൂര്, എറണാകുളം, പത്തനംതിട്ട. ഈ സ്ഥലങ്ങൾ എന്താണ് പ്രത്യേകത എന്നറിയോ? ഇവിടെ മുഴുവൻ മറ്റേ സിറ്റികളുണ്ട്, ഈ കമ്പ്യൂട്ടർ മറ്റേ എന്താ സ്മാർട്ട് സിറ്റികളില് ഈ ജോലി ചെയ്യുന്നവര് ഒരു കാരണവശാലും ഒരു വർഷം കൂടുതൽ ഒരു മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത അവസരം ഉണ്ടായി. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് പണം ഉണ്ടാക്കലാണ് അല്ലാണ്ട് കുടുംബ ജീവിതത്തിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം വളർന്നതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്താ മോളെന്താ പറയാമെന്നേ ഒരു ഓഡിയൻസ് സാർ, ഞാൻ എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പ്രീ മാരേജ് കോഴ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച ഒരാളാണ്. അപ്പോ ഈ പ്രീ മാരേജ് കോഴ്സ് നല്ലതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഉണ്ടായി തീർച്ചയായും. കാരണം ഞാൻ 5 വർഷം ഞാൻ പ്രണയിച്ച ഒരാളെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോ ആ 5 വർഷം ഞാൻ ആളുമായിട്ട് പ്രണയിച്ച് നടന്ന സമയത്ത് സംസാരിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന കാര്യങ്ങൾ. കോഴ്സ് കൂടുന്നത് ആ പാർട്ട്നേഴ്സ് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണെങ്കിൽ കുറച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടൊക്കെ സമയം കിട്ടും. ഒരുമിച്ച് വരണം നിർബന്ധമില്ലെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ഫാദറെ? ഞാൻ അങ്ങനെയല്ല കൂടിയത്. കാരണം പള്ളി വരുമ്പോഴത്തേക്ക് 2 രൂപതയാണെങ്കിൽ അങ്ങനെ കൂടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മുടെ രൂപതയിൽ തന്നെ കൂടണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ഡിസ്കഷനും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ 2-3 ദിവസം അല്ല നമുക്ക് വേണ്ടത്. അതിനുശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ് വേണ്ടത്. അത് എത്ര പേര് നടത്തുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നമ്മളെ ആരെയോ ദാമ്പത്യത്തിന്റെ സമയം മൊത്തം ചെലവഴിച്ച് ക്ലാസ് നടത്തണമെന്നാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? അതല്ല സാറേ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കാണ് ഒരു സപ്പോർട്ട് വേണ്ടി വരുന്നത്. നമ്മൾ കുറെ ഭാവനാ ലോകത്തിലും ഇന്നതൊക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നത്. പക്ഷെ യാഥാർത്ഥ്യത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചതൊന്നും ആയിരിക്കത്തില്ല. കാരണം നമ്മൾ ഒരു പൂർണ്ണനായ മനുഷ്യനെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പൂർണ്ണതയില്ല. നമ്മൾ അങ്ങനെയാണല്ലോ. ഒരുപാട് സ്വപ്നം കണ്ടു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ആണ് പറഞ്ഞത്.